പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, അതായത് പേജ് നമ്പർ 53 കണക്കുകളുടെ ഒരു ചർച്ചയാണ് ഇവിടെ വരുന്നത്. 53 8 ചോദ്യങ്ങളുണ്ട്. ആ 8 ചോദ്യങ്ങളുടെ ചർച്ചയാണ് വരുന്നത്. അപ്പോൾ ആ 8 ചോദ്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നോട്ട്സും തരുന്നതാണ്. അത് എഴുതുക. നാളെ തന്നെ അടുത്ത യൂണിറ്റിൻ്റെ അടുത്തത് 59ാമത്തെ പേജിൽ വീണ്ടും ഉണ്ട്. ഇനി ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. പഠിപ്പിച്ച സെക്ഷൻ്റെ അത് അടുത്ത ദിവസം ക്ലാസ് വരും. അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ചെയ്യുക. അടുത്തത് പേജ് 53 പ്രവർത്തനങ്ങൾ. ചുവടെയുള്ള ചിത്രങ്ങളെല്ലാം O വൃത്തകേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഇപ്പം ആദ്യത്തേത് നോക്കുക. ഇവിടെ ഏതൊക്കെ ത്രികോണത്തിലേക്ക് കാണേണ്ടത്? ABCയും പിന്നെ ഇതിനകത്തെ OBCയിലെയും ത്രികോണങ്ങൾ കാണുക. ഇവിടെ ആദ്യം നോക്കുക. AOB എന്ന് പറയുന്നത് നമ്മളിവിടെ വരയ്ക്കുന്ന ഒരു ത്രികോണമുണ്ട്. AOB അതെന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. കാരണം എന്താണ്? സമപാർശ്വ ത്രികോണം ആകാനുള്ള കാരണം എന്താണ്? AOB എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു വരയും കൂടി വരച്ചാൽ AOB. ഇപ്പം Oയിൽ നിന്ന് OBയും OAയും ഈക്വലാണ്. അതായത് വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള 2 വരകൾ. ഈ 2 OAയും OBയും തുല്യമാണ്. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെൽസ് ട്രയാങ്കിളാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത അനുസരിച്ചാണെങ്കിൽ OBA എന്ന് പറഞ്ഞാൽ ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്താണ്? അതായത് ഒരേപോലെയുള്ള വശങ്ങൾക്ക് സൈഡിലും എന്താണ്? ഒരേ കോണുകളുമായിരിക്കും. ഇത് 20 ആണെങ്കിൽ ഇത് 20 ആണല്ലോ. അപ്പം ഇത് 20 ഡിഗ്രിയാണ്. അതേപോലെ ഇതും മറ്റൊരു സമപാർശ്വ ത്രികോണമാണ്. അപ്പം ഇത് 30 ആകുമ്പോൾ ഇത് 30. അപ്പം രണ്ടും കൂടെ ചേരുമ്പോൾ കോൺ A എത്ര? 50 ഡിഗ്രി. ഇനി ഇവിടെ വരുമ്പോൾ ഇത് 50 ഡിഗ്രി ആകുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആവും? ഇത് 100 ഡിഗ്രിയാണ്. കാരണം ഇതിൻ്റെ പകുതിയാണ് ഇവിടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ. ഇത് 100 ഡിഗ്രി. ഇനി അറിയേണ്ടത് ഏതൊക്കെയാണ്? ഇവിടുത്തെ 2 കോണുകളാണ് നമുക്കറിയേണ്ടത്. അതും എന്താണ്? ഒരു സമപാർശ്വ ത്രികോണം അല്ലേ? OBയും OCയും എന്താണ്? വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള 2 ആരങ്ങളാണ്. ആ 2 വശങ്ങളും തുല്യമാണ്. അപ്പോൾ അതിനെതിരെയുള്ള കോണുകളും എന്താണ്? തുല്യമാണ്. ഇനി കോൺ OBC എന്ന് പറഞ്ഞാൽ എത്ര? കോൺ OBC എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 80ൻ്റെ പകുതി, അതായത് 80ൻ്റെ പകുതി, അതായത് 40. ഇനി കോൺ B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40ൽ നിന്ന് 20 40 കൂടെ ചേരുമ്പോൾ എത്ര? 60. കോൺ C എന്ന് പറഞ്ഞാൽ എത്ര? 30 40 കൂടെ ചേരുന്ന 70. ഈ ഡിഗ്രി ഈ കോണെന്ന് പറഞ്ഞാൽ 80ൻ്റെ പകുതി വീതമാണ്. അതായത് ഇത് എത്രയാണ്? 100. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഇനി 80 വരേണ്ടത്. ഈ OBC എന്ന് പറയുന്ന ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അതിലെ ഈ കോൺ നമ്മൾ കണ്ടെത്തിയായിരുന്നു. അതാണ് 100 ഡിഗ്രി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തിയായിരുന്നു. അതായത് ഇത് ഇവിടെ വരുന്ന Aയുടെ ഇരട്ടിയാണ് 100. ബാക്കി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? 80 വേണം. 80ൻ്റെ പകുതി വീതമായിരിക്കും എന്ത്? ഈ 2 കോണുകൾ. കാരണം ഇത് രണ്ടും തുല്യമായിരിക്കുമല്ലോ. 80ൻ്റെ പകുതി വീതം. അപ്പം 40 ആവണം. അപ്പോൾ ഇവിടെ 20 ഉണ്ട്. ബാക്കി ഇവിടെ എത്ര? 20. ഇവിടെ 30 ഉണ്ട്. പിന്നെ ഇവിടുത്തെ 40 കൊണ്ട് ചേരുമ്പോൾ എത്ര ആവും? 30 40 70. ഇവിടെ 40 ഇവിടെ 40. 80ൻ്റെ പകുതി വീതം ആകുമ്പോൾ ഇത് 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ഇനി നോക്കിയേ. 40 20 കൂടെ 60 B. 40 30 70 C. കോൺ A 50 ഡിഗ്രി. കോൺ C 100 ഡിഗ്രി. എല്ലാ കോണും ആയല്ലോ. അതുപോലെ അടുത്തത് ഈ ത്രികോണത്തിലാണെങ്കിൽ ഇവിടെ നോക്കുക. OAC എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണം. OA = OC സമപാർശ്വ ത്രികോണം. അപ്പോൾ ഇത് 40 ആകുമ്പോൾ ഇവിടെയും എത്ര തന്നെ വരും? 40. ഇവിടെ 40 40 80. ബാക്കി ഇവിടെ എത്ര? 100. ഇതിൻ്റെ പകുതിയാണല്ലോ ഇവിടെ. ഇവിടെ ഇത്രയും കൂടി 50. അതിൽ ഇത് 30 ഡിഗ്രി. അപ്പം ഇവിടെ എത്ര ആയിരിക്കും? 30 ഡിഗ്രി. ബാക്കി എത്ര? 20 ഡിഗ്രി. ആ 20 ആയിരിക്കും ഇവിടെയും വരിക. അങ്ങനെ എല്ലാ കോണും കണ്ടെത്താം. അടുത്തത് ഇവിടെയാണെങ്കിലോ, മൂന്നാമത്തതിനകത്താണെങ്കിലോ ABC എന്ന് പറഞ്ഞാൽ എത്ര? കോൺ ABC. ABC എന്ന് പറഞ്ഞാൽ 40ൻ്റെ പകുതി 20. കോൺ BAC എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 70ൻ്റെ പകുതി എത്രയാണ്? 35 ഡിഗ്രി.
കോൺ എ ഒ ബി എന്ന് പറഞ്ഞാൽ 2 വിളിച്ച് 40 70 110. കോൺ എ സി ബി, കോൺ എ സി ബി എന്ന് പറഞ്ഞാൽ എന്താ 180 നിന്ന് ഈ 110ൻ്റെ പകുതി കുറയ്ക്കുന്നത്, അതായത് 125 ഡിഗ്രി. കോൺ അടുത്തത് ത്രികോണം ഒ ബി സി. ത്രികോണം ഒ ബി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ. ഇപ്പോൾ അതിനകത്ത് കോൺ ഒ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഓഫ് ഇത്ര 180 നിന്ന് 70 കുറയ്ക്കുന്നു, അതായത് 50 ഡിഗ്രി. അങ്ങനെ ഒ സി ബി 55 ഡിഗ്രി എന്നും കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? നോക്കുക, ഇവിടെ ഒരു ക്ലോക്കാണല്ലോ തന്നിരിക്കുന്നത്. ഈ ക്ലോക്കിൽ 1 മുതൽ 12 വരെ സംഖ്യകളുണ്ട്, ഒരേ അകലത്തിലാണ്. ആകെ ഒരു ക്ലോക്കിലെ മൊത്തം കോണളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അപ്പോൾ ഇതിനകത്ത് 12 ഡിവിഷനും ഉണ്ട്. അപ്പോൾ ഒരു കോണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 360നെ 12 കൊണ്ട് ഭാഗിക്കുന്ന 30 ഡിഗ്രിയാണ്. അതായത് 12 മുതൽ 1 വരെ 30 ഡിഗ്രി, അടുത്തത് 30 ഡിഗ്രി, 30, അങ്ങനെ 30 30 30 360 ഡിഗ്രി വരെ ആകും. അപ്പോൾ ഇവിടെ നോക്കുക, കോൺ 8, 4, 1 എ ബി സി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ നോക്കി, എ ബി സി. സി 1നും 4നും ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 3 ഡിവിഷൻ. അപ്പോൾ അവിടുത്തെ കോൺ എത്രയാണ്? 3 × 30 90. അതാണ് കോൺ സി ഒ ബി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി ഈ 4നും 8നും ഇടയിൽ എത്ര ഡിവിഷനുണ്ട്? 4 ഡിവിഷനുണ്ട്. അപ്പോൾ 4 × 30 ഇവിടുത്തെ ഡിഗ്രി, 120 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ കോൺ എ ഒ ബി എത്രയാണ്? 120 ഡിഗ്രി. ഇനി ഈ 8നും 1നും ഇടയിൽ എത്ര ഡിവിഷനുണ്ട്? 5 ഡിവിഷനുണ്ട്. അവിടുത്തെ കോൺ 5 × 30 180 ഡിഗ്രി. അപ്പോൾ കോൺ എ സമം എത്ര ആയിരിക്കും? അങ്ങനെയാണെങ്കിൽ കോൺ എ സമം ഹാഫ് ഓഫ് സി ഒ ബി, അതായത് 90ൻ്റെ പകുതി 45. കോൺ ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് കോൺ എ ഒ സി, അതായത് 180ൻ്റെ പകുതി 75. കോൺ സി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ ഒ ബി, അതായത് ഇതിൻ്റെ എ ഒ ബിയുടെ പകുതി, അതായത് 120ൻ്റെ പകുതി 60. മനസ്സിലായി? ഓരോ കോണും കണക്കാക്കുക. ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൃത്തത്തിലെ മൊത്തം കോൺ 360 ഡിഗ്രി. ഈ ക്ലോക്കിൽ 12 ഡിവിഷനുണ്ട്. അപ്പോൾ അടുത്തടുത്ത് 2 ഡിവിഷൻ തമ്മിലുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360നെ 12 കൊണ്ട് ഭാഗിക്കുന്ന 30 ഡിഗ്രിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് 1 മുതൽ 4 വരെ എത്ര ഡിവിഷനുണ്ട്? 3. അപ്പോൾ കോണളവ് 3 × 30. 4 മുതൽ 8 വരെ 4 ഡിവിഷൻ, 4 × 30 120. 8 മുതൽ 1 വരെ 5 ഡിവിഷൻ, അപ്പോൾ 5 × 30 150. ഇനി ഓരോ വരുന്ന ഈ സെൻട്രൽ കോണുകളും ഈ വൃത്തത്തിലെ കോണുകൾ അതിൻ്റെ എന്താണ്, ഇവിടെ വരുന്ന കോണിൻ്റെ പകുതി വീതം ആയിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ്. സമഭുജ ത്രികോണം ഉണ്ടാക്കാനല്ലേ. അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറയുമ്പം ഒരേ അളവുകൾ, അതായത് അവയെ തമ്മിലുള്ള അകലം, സംഖ്യകൾ തമ്മിലുള്ള അകലം ഒരുപോലെ. നോക്കിയാൽ 12, 4, 8. അപ്പോൾ 12 നിന്ന് തുല്യ അകലം 4, പിന്നെ 8, വീണ്ടും 12 തുല്യ അകലം വരും. അങ്ങനെ വരുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാം. അത് 12 കഴിഞ്ഞാൽ പിന്നെ 1, 2, 3, 4 യൂണിറ്റ് കഴിയും. അപ്പോൾ 1 കഴിഞ്ഞാൽ 4, 5, 4, 9. 2 എടുത്താൽ 2, 4, 6, 10. 3 കഴിഞ്ഞാൽ 3, 4, 7, 4, 11. അപ്പോൾ ഇതിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞല്ലോ. 12 ഡിവിഷനെ നമ്മൾ 4 ഗ്രൂപ്പാക്കി മാറ്റി. അപ്പോൾ 4 അങ്കനങ്ങൾ തമ്മിലുള്ള അകലം വെച്ച് എടുത്തു. അപ്പോൾ വരുന്നത് ഓരോന്നും എന്താണ്, ഓരോ ഡിഗ്രി അളവ്. സമഭുജ ത്രികോണമാകുമ്പോൾ എല്ലാ കോണുകളും തുല്യമാവുമല്ലോ. അപ്പോൾ ഇവിടെ 4 120, ഇവിടെ 4 ഇങ്ങനെ പോകും. 120 ഡിഗ്രികൾ വരും ഇവിടെ വരുന്ന സ്ഥലത്ത്. അപ്പം 3 എത്ര വീതം വരുമെന്നറിയാമല്ലോ. അങ്ങനെ കണ്ടെത്തുക. അടുത്തത്, ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ചാപവും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഭാഗങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആകണം. ആദ്യത്തേത്, ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി. ഇപ്പം ഇവിടെ ഒരു ഭാഗത്ത് 80 ആണെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലെ കോൺ എത്ര വരും? അതിൻ്റെ ഇരട്ടി 160 ഡിഗ്രി. അടുത്തത്, ഒരു ഭാഗത്തിലെ കോൺ 110 ഡിഗ്രി. 110 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ 140 കൊടുത്ത് ബാക്കി 220 വരുമല്ലോ. 220ൻ്റെ പകുതി 110 ഡിഗ്രി വരും. നമ്മൾ അന്ന് പഠിച്ചു, ഹാഫ് ഓഫ് C/2 B/2 പഠിച്ചായിരുന്നു. അടുത്തതുപോലെ 120 ഡിഗ്രിയുടെ പകുതി ആണ് 60 ഡിഗ്രി വരുന്ന 240 120. മൂന്നാമത്തേത്, ഒരു ഭാഗത്തെ കോണിലെ മറുഭാഗത്തെ കോണുകളുടെ പകുതി.
ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ 120, 120 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 240. 240ൻ്റെ പകുതി 120, അപ്പോൾ 60ൻ്റെ ഇരട്ടി 120 വരുമല്ലോ. അടുത്ത നാലാമത്തേത്, ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങ്. 1.5 മടങ്ങ് വിധത്തിൽ, അതായത് 72. 72ൻ്റെ 1.5 147, 108 അത് ഇവിടെ വരും. 72ൻ്റെ 1.5 108, ഇവിടെ 144. 144ൻ്റെ പകുതി 72, ഇവിടെ 108, അതിൻ്റെ പകുതി 108ൻ്റെ ഇരട്ടി 216 ഇവിടെ വരുന്ന വിധത്തിൽ ചെയ്യുക. അടുത്തത് നാലാമത്തേത്, ഒരു കമ്പി 2ആയി മടക്കി അതിൻ്റെ ഒരു മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വച്ചപ്പോൾ വൃത്തത്തിൻ്റെ 10-1 ഭാഗം അതിനുള്ളിൽപ്പെട്ടു. ഇതേ കമ്പിയുടെ ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക? നമുക്ക് ഇവിടെ 10-1 ഭാഗമായപ്പോൾ 360 ഡിഗ്രിയുടെ 10-1 ഇവിടുത്തെ കോൺ, അതായത് 36 ഡിഗ്രി. ഇനി കമ്പിയുടെ മൂല വൃത്തത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ചാപത്തിലെ കോണിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഈ 36 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം എന്താ? 360ൻ്റെ 10-1. ഇവിടെ ചാപം വൃത്തത്തിൽ ഉണ്ടാക്കിയ കോണാണ് 36 ഡിഗ്രി. അപ്പോൾ വൃത്ത കേന്ദ്രത്തിലുണ്ടാകുന്ന കോണെന്ന് പറഞ്ഞാൽ 36ൻ്റെ ഇരട്ടി, അതായത് 72 ഡിഗ്രി ആയിരിക്കും. അതായത് കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതിയാണ് ചാപത്തിലെ കോൺ. അപ്പോൾ 360 ഡിഗ്രിയുടെ എക്സ് ഭാഗമാണ് ഈ 72. അങ്ങനെയാണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 72 ഭാഗം 360 ഡിഗ്രി, 5-1 ഭാഗം. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് വയ്ക്കുമ്പോൾ ചാപത്തിലെ കോണിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ വൃത്ത കേന്ദ്രത്തിലെ കോൺ എന്താവും? അതിൻ്റെ ഇരട്ടിയാവും, 72 ആവും. അപ്പോൾ 360 ഡിഗ്രിയുടെ എക്സ് ഭാഗമാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച കേന്ദ്രത്തിലെ കോൺ 72. അത് എത്ര ഭാഗമെന്നറിയാൻ 72നെ 360 കൊണ്ട് ഭാഗിക്കുന്നു, 5-1. അടുത്തത് അഞ്ചാമത്തേത്, ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC അതിലെ ബിന്ദുക്കളുമാണ്. OAC പ്ലസ് ABC 90 ഡിഗ്രി എന്ന് തെളിയിക്കണം. നോക്കുക, ഇവിടെ ഞാൻ ഇതിങ്ങനെ തമ്മിൽ ഡോട്ടിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ AOC, നമുക്ക് കോൺ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 2x ആയിരിക്കും. കാരണം വൃത്തത്തിലെ കോൺ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് 2x. ഇനി ഇവിടെ OA സമം OC ആണ്. ത്രികോണം AOC എന്ന് പറഞ്ഞാൽ ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പം കോൺ OAC എന്ന് പറഞ്ഞാൽ കോൺ OAC എന്ന് പറഞ്ഞാൽ കോൺ OCAക്ക് തുല്യമാണ്. അതായത് 180 ഡിഗ്രിയിൽ നിന്ന് 2x കുറച്ചതിൻ്റെ പകുതി, അതായത് 90 - x. എങ്ങനെ കിട്ടിയെന്നറിയാം? 180 ഭാഗം 2 90, 2x/2 x ഡിഗ്രി. ഇനി കോൺ OAC കോൺ OAC പ്ലസ് കോൺ ABC സമം കോൺ OAC എന്ന് പറഞ്ഞാൽ എത്ര? 90 - x ഡിഗ്രി പ്ലസ് എത്രയാണ്? B എത്രയാണെന്നാണ് പറഞ്ഞത്? കോൺ ABC എത്രയാണെന്നാണ് പറഞ്ഞത്? x. ഇതിൻ്റെ പകുതി. ഇത് 2x ആകുമ്പോൾ ഇത് x, ഇത് x ആകുമ്പോൾ ഇത് 2x പ്ലസ് x. x - x കൂടെ ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര? 90 ഡിഗ്രി. ആറാമത്തത് ഒരു കൺസ്ട്രക്ഷനാണ്. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 32.32 ഡിഗ്രിയും 37 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കാം. ഇവിടെ നോക്കുക, പല സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 3 പരിവൃത്ത ആരം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ എന്നല്ലേ? അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കണം. നമുക്ക് വേണ്ട ത്രികോണത്തിൻ്റെ കോൺ വന്നിട്ട് 32, 37, പിന്നെ മൂന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ 32നെയും 37നെയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 37ഉം 30ഉം 67, 69 70. 70 കഴിഞ്ഞാൽ ബാക്കി 110 മൂന്നാമത്തെ കോൺ. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പരിവൃത്ത കേന്ദ്രത്തിലെ കോൺ എന്താവും? 32 എന്നുള്ളത് എന്താവും? 65 ആവും, ഇരട്ടിയാവും. 37 എന്നുള്ളത് എന്താവും? 75 ആവും. 110 എന്നുള്ളത് 220 ആവും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കും. വൃത്തം വരച്ചിട്ട് വൃത്ത കേന്ദ്രത്തിന് O എന്ന് പേര് കൊടുക്കും. Oയിൽ നിന്നും OA എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ആരം വരയ്ക്കും. എന്നിട്ട് ആ OAയിൽ കേന്ദ്രത്തിൽ നിന്ന് 65 ഡിഗ്രി അളന്ന് ഒരു കോണുണ്ടാക്കും. അതിനെ OB എന്ന് പേര് നൽകും. വീണ്ടും OBയിൽ പ്രൊട്രാക്ടർ വെച്ച് 75 ഡിഗ്രി അളന്ന് OC എന്ന് പറയുന്ന ഒരു വരയും വരയ്ക്കും. അപ്പം AB, BC, AC ഇവ യോജിപ്പിച്ചൊരു ത്രികോണം ഉണ്ടാക്കിയാൽ മൂന്നാമത്തെ കോൺ നമ്മൾ അളക്കേണ്ടതില്ല. അതെത്ര? 220 ഡിഗ്രി തന്നെ വരും. ഒന്ന് 65, ഒന്ന് 75, മറ്റത് 220 ഡിഗ്രി തന്നെ വന്നോളൂ. അങ്ങനെ ABയും BCയും ACയും യോജിപ്പിച്ച് ത്രികോണം ABC പൂർത്തിയാക്കുക. ഏഴാമത്തത്, ചിത്രത്തിൽ AB
AB, CD, CD ഇവ പരസ്പരം ലംബമായ നാണുകളാണ്. APC എന്ന് പറയുന്ന ഈ ചാപങ്ങൾ APCയും BQD എന്ന് പറയുന്ന ഈ ചാപവും തമ്മിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും തെളിയിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ചാപങ്ങൾ ചേർത്ത് വൃത്തത്തിൻ്റെ പകുതിയാകും തെളിയിക്കുന്നതിന് ഇവയുടെ കേന്ദ്ര കോണുകളുടെ തുക 180 തെളിയിച്ചാൽ മതിയല്ലോ. തെളിയിച്ചാൽ അവ എന്താണ്? വൃത്തത്തിൻ്റെ പകുതിയാണെന്ന് വരും. ഇവിടെ ചാപം APC, ഈ APCയുടെ കേന്ദ്ര കോൺ എത്രയാണ്? X ആണെന്ന് കരുതുക. അപ്പം കോൺ ADC ആംഗിൾ ADC എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഓഫ് X ഡിഗ്രി ആവും. അപ്പം നോക്കുക, ഇവിടെ APC എന്ന് പറയുന്ന APCയുടെ കേന്ദ്ര കോൺ X ഡിഗ്രി. ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഹാഫ് ഓഫ് X ഡിഗ്രി. ഈ ആംഗിൾ ഹാഫ് ഓഫ് X ഡിഗ്രി. ഇനി ഈ DQBയുടെ കേന്ദ്ര കോൺ Y ആണെങ്കിൽ കോൺ DAB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? DAB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഹാഫ് ഓഫ് Y ഡിഗ്രി. ഇനി ഇവിടെ പറയുന്നുണ്ട് ABCD എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AED എത്ര ആയിരിക്കും? AED എത്ര ആയിരിക്കും? ഈ ആംഗിൾ AED എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ADC, പിന്നെ ആംഗിൾ DAB ഇവയെല്ലാം കൂടെ രണ്ടും കൂടെ ചേർന്നാലും എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ ADC എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഹാഫ് ഓഫ് X ഡിഗ്രി. ആംഗിൾ DAB എന്ന് പറഞ്ഞാൽ എത്ര? 90 ഡിഗ്രി. അപ്പം രണ്ടും കൂടെ ഹാഫ് X ഡിഗ്രി പ്ലസ് ഹാഫ് Y ഡിഗ്രി 90 ഡിഗ്രി. ഹാഫിന് വെളിയിലെടുത്താൽ ഹാഫ് ഓഫ് X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി 90 ഡിഗ്രി. എക്സും വൈയൂടെ കൂട്ടിയാൽ 90ൻ്റെ ഇരട്ടിയാകുമ്പോൾ 180 ഡിഗ്രി. അപ്പം ഇവിടുത്തെ കേന്ദ്ര കോണുകളുടെ തുക എത്ര? 180. കേന്ദ്ര കോണുകളുടെ തുക 180 ആണെങ്കിൽ ഈ രണ്ട് ചാപങ്ങൾ ചേർന്ന് വരുന്നത് എന്താണ്? വൃത്തത്തിൻ്റെ പകുതി ആയിരിക്കും. ഈ കോണുകൾ മാത്രം നോക്കുക. ADCയുടെ ഇവിടുത്തെ, അതായത് APC എന്നുണ്ട് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ X ആകുമ്പോൾ കോൺ ADC ഇതെത്രയാണ്? ഹാഫ് ഓഫ് X ഡിഗ്രി. ഇനി ഈ ചാപത്തിലെ കേന്ദ്രകോൺ Y ഡിഗ്രി ആണെങ്കിൽ കോൺ DAB ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് യോജിപ്പിക്കുക. DAB ഇതെന്ന് പറയുന്നത് ഹാഫ് ഓഫ് Y ഡിഗ്രിയാണ്. ഇനി ഈ ABയും CDയും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയാണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ ADCയും ഇതും കോൺ DABയും കൂടെ കൂട്ടിയാൽ ഇവിടെ എത്ര വരണം? 90 ഡിഗ്രി വരണം. അത് ഓരോന്നും ഹാഫ് ഓഫ് എക്സും ഹാഫ് ഓഫ് വൈയും ആണ്. കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. കേന്ദ്ര കോണുകളുടെ തുക 180 ആയതുകൊണ്ട് അവ എന്താണ്? ഒരു അർദ്ധവൃത്തം ആയിരിക്കും. ഇതിലെ ലാസ്റ്റ് ചിത്രത്തിൽ ABCD എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായ വൃത്തത്തിലാണ്. AC BD എന്നീ വരകൾ നീട്ടിയത് Pയിൽ കൂട്ടിമുട്ടുന്നു. AD BC എന്നീ വരകൾ Qവിൽ മുറിച്ചു കിടക്കുന്നു. AB എന്ന ചെറിയ ചാപം Oയിലുണ്ടാക്കുന്ന കോൺ Pയിലും Qവിലുണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. ഇവിടെ AB എന്ന് പറയുന്ന ഈ ചാപം Oയിലുണ്ടാക്കുന്ന കോണാണ് കോൺ AOB. ഇനി AB എന്ന് പറയുന്ന ചാപം Pയിലുണ്ടാക്കുന്ന കോണാണ് കോൺ APB. ഇനി AB എന്ന് പറയുന്ന ചാപം Qവിലുണ്ടാക്കുന്ന കോണാണ് കോൺ AQB. അപ്പം Oയിൽ AOB, Pയിൽ APB, Qയിൽ AQB. ഇനി കോൺ ഈ AQB എന്ന് പറഞ്ഞാൽ APBയും AQBയും കൂടെ ചേരുന്നത്. അതായത് ഈ AOB എന്ന് പറയുന്ന ഈ കോൺ ഈ രണ്ട് കോണുകളും ചേരുന്നതാണ്. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ABയുടെ കേന്ദ്രകോൺ X ആണെന്ന് കരുതുക. CDയുടെ കേന്ദ്രകോൺ Yയും ആയാൽ കോൺ CAD എന്ന് പറയുന്ന ഈ കോൺ എത്ര ആയിരിക്കും? ഹാഫ് ഓഫ് Y ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ അതായത് ABയുടെ കേന്ദ്രകോൺ Xും CDയുടെ കേന്ദ്രകോൺ Y. ഇവിടുത്തെ കേന്ദ്രകോൺ Xും ഇവിടുത്തെ കേന്ദ്രകോൺ Yയും ആയാൽ കോൺ CAD എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് Y ഡിഗ്രിയാണ്. ഇനി ത്രികോണം APD ത്രികോണം APD ഈ ത്രികോണം APD എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ
ഡിയുടെ ബാഹ്യകോണം എന്ന് പറഞ്ഞാൽ കോൺ എ ഡി ബി ആണ്, ഔട്ടർ ആംഗിൾ. അപ്പം അതിൻ്റെ ഹാഫ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോൺ എ പി ബിയുടെ കൂടെ വൈ ഡിഗ്രിയും കൂടെ ഹാഫ് ഓഫ് വൈ ഡിഗ്രിയും കൂടെ കൂട്ടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ ഈ ഡിയുടെ ബാഹ്യകോണം എന്ന് പറയുന്നത് കോൺ എ ഡി ബി ആണ്. ഇതാണ് ബാഹ്യകോണം. ഈ ബാഹ്യകോണിൻ്റെ അളവ് എന്താണ്? ഹാഫ് ഓഫ് എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഹാഫ് ഓഫ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോൺ എ പി ബി എന്ന് പറയുന്ന ഈ കോണും ഹാഫ് ഓഫ് എക്സ് ഡിഗ്രിയും കൂടെ കൂട്ടുന്നതാണ്. അതായത് ഒരു ബാഹ്യകോണം എന്ന് പറഞ്ഞാൽ ആന്തര വിദൂര കോണുകളുടെ തുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബാഹ്യകോണം എന്ന് പറഞ്ഞാൽ ആന്തര വിദൂര കോണുകളുടെ തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കെ പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് എക്സ് മൈനസ് ഹാഫ് ഓഫ് വൈ ഡിഗ്രി. ഹാഫ് എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പോൾ ഹാഫ് ഓഫ് എ പി ബി ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് മൈനസ് ഹാഫ് വൈ ഡിഗ്രി. അപ്പം ത്രികോണം എ ക്യു സിയിൽ ത്രികോണം എ ക്യു സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ കോൺ എ ക്യു ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് ഓഫ് വൈ ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഹാഫ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് ഓഫ് വൈ പ്ലസ് ഹാഫ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഹാഫ് ഓഫ് എക്സ് വരും. ഹാഫ് ഓഫ് എക്സും ഹാഫ് ഓഫ് എക്സും കൂടെ ചേരുമ്പോൾ എക്സ് ഡിഗ്രി. അതായത് എ ബിയുടെ കേന്ദ്രകോണാണ് കിട്ടിയത്. അതാണല്ലോ നമുക്കിവിടെ കിട്ടിയത്. എ ബിയുടെ കേന്ദ്രകോൺ എക്സ് ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സംശയങ്ങൾ പറയാം. നമ്മൾ ഇത് ചെയ്തിട്ട് ഇതിലെ കോണുകളുമായിട്ട് നിങ്ങൾ തന്നെ വരച്ച് നോക്കണം. ഈ കോണുകൾ ഓരോന്നും കൈകൊണ്ട് ഈ കോണുകളുടെ പേര് പറയുമ്പോൾ ചിത്രത്തിനകത്ത് കോൺ ഏതാണെന്ന് നോക്കി വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിലേ ഇത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സെക്ഷനിലെ വർക്കും കഴിഞ്ഞു. ഇനി നമുക്ക് 2 സെക്ഷനോട് ഇതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. ഉടനെ അതും ചെയ്യുന്നതായിരിക്കും. ഒരു സെക്ഷൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചൊരു സെക്ഷനിൽ ഉടനെ ചെയ്യും.